പലർക്കും വരുന്നത്, അല്ലെങ്കിൽ മദ്യത്തിലേക്ക് പലരും വരുന്നത് ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്നുള്ള കടുത്ത സാമ്പത്തിക തകർച്ച മൂലമായിരിക്കും, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മൂലമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയം കൊണ്ടായിരിക്കും. വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണല്ലോ നാം എല്ലാവരും ജീവിക്കുന്നത്. ചിലപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ കടുത്ത ദുഃഖത്തിൽ തങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിടക്ക അല്ലെങ്കിൽ തലയിണ കണ്ണീരിൽ കുതിരുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അമിതമായ ഭാരത്താൽ, മാനസിക ഭാരത്താൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 100 പേർ ദിവസേന ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിൽ 35 പേർ വിജയിക്കുന്നു. നമുക്കറിയാം, ലോക വികസന സൂചികയിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ വരിച്ച കേരളം വികസിത രാജ്യങ്ങളുടെ വികസന സൂചികയ്ക്കൊപ്പമാണുള്ളത്. അത് വിദ്യാഭ്യാസ കാര്യത്തിലായിക്കോട്ടെ, ആരോഗ്യപരമായ കാര്യങ്ങളിലായിക്കോട്ടെ, സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങളിലായിക്കോട്ടെ, നമ്മൾ ഏറെ മുന്നിലാണ്. നാം വിദ്യാസമ്പന്നരാണ്. പക്ഷേ അവിടെ എങ്ങും കാണാത്ത രീതിയിലുള്ള തീർത്തും അപരിഷ്കൃതമായ, അധാർമികമായ സാമൂഹ്യ വിപത്തുകളിൽ ഒന്നായ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിലും കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. നമ്മൾ നോക്കിയാൽ, ഈ ആത്മഹത്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ എന്തൊക്കെ റീസൺ ആണ്. ചെറിയ കുട്ടികൾ പോലും ചെറിയൊരു അമ്മയും അച്ഛനുമായിട്ട് പിണങ്ങിയാൽ ഉടനെ പോയി കെട്ടിത്തൂങ്ങുന്ന അല്ലെങ്കിൽ വിഷം കഴിക്കുന്ന കുട്ടികളുള്ള കാലം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലപ്പോഴും ആ വീട്ടിലെ അവസാന വാക്ക് കുട്ടികളായി മാറുന്നതിന് ഒരു കാരണം, എന്തെങ്കിലും ഒന്ന് അവന് ഇഷ്ടപ്പെടാത്തത്, അവൾക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ എന്നാണ് മാതാപിതാക്കളുടെ ആശങ്ക. അപ്പോൾ കുടുംബത്തിൽ വലിയ പ്രശ്നം വരുന്നു, വ്യക്തിപരമായിട്ട് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് നികത്താനാവാത്ത വിധത്തിൽ കുടുംബങ്ങൾ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. ഇങ്ങനെ വളരെ വലിയ ഒരു സാമൂഹ്യ അരക്ഷിതത്വത്തിന്റെ ഒരു കാലം, ഒരു കെട്ടകാലം. ആ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര അസ്വസ്ഥജനകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത്ര കടുത്ത ദുഃഖത്തിലൂടെ എന്തുകൊണ്ടാണ് കടന്നു പോകുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിറകിൽ പാപമാണുള്ളത്. സാമൂഹ്യ തിന്മ എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. ഈ പാപം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അന്നുണ്ടായ അനുസരണക്കേടിനാൽ തുടങ്ങിയ പാപം, ആ പാപത്തെ ഇന്നും തോളിൽ വഹിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഈ സാമൂഹ്യ തിന്മ നമ്മളെ മാറാതെ പിന്തുടരുന്നതെന്നുള്ള യാഥാർത്ഥ്യം ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പുച്ഛിച്ചു തള്ളിയേക്കാം. പക്ഷേ കുട്ടികളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുകയാണ്, നോ, നിങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണ്. പാപമുണ്ട്. ആ പാപം പരിഹരിക്കാനായി ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അത് സാധാരണ വിശേഷമൊന്നുമല്ല. ആ വിശേഷത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ പാപങ്ങൾ കൃത്യമായി തന്റെ മേൽ വഹിച്ചുകൊണ്ട് ദൈവമായിട്ടും ആ ദൈവമെന്ന ആ ഒരവസ്ഥയിൽ ഇല്ലാതെ മനുഷ്യനായിക്കൊണ്ട് പീഡകൾ സഹിച്ച് ദാരുണമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് ഉഴുതുമറിച്ച ശരീരവുമായി നഗ്നനായി കടുത്ത പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗാഗുൽത്താമലയിൽ അല്ലെ അവിടെ ക്രൂശിതനായി പിടഞ്ഞു മരിച്ചു.
അദ്ദേഹം വഹിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്കാർക്ക്, ചിലപ്പോൾ ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. യേശു ക്രിസ്തു ഈ പീഡാസനത്തിന് മുമ്പ് രക്തം വിയർത്തു എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. പലരും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടിട്ടുള്ളത് യേശു ക്രിസ്തു സഹിക്കാൻ പോകുന്ന പീഡകളെ ഓർത്തിട്ടാണ് രക്തം വിയർത്തതെന്നാണ്. അല്ല, ഈ കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ, ഇപ്പോഴുള്ളവരുടെ, ഇനി വരാനിരിക്കുന്ന ആൾക്കാരുടെയും പാപങ്ങൾ അത്ര ദുസ്സഹമായതുകൊണ്ടാണ് ദൈവപുത്രനായിട്ട് കൂടി യേശു ക്രിസ്തു രക്തം വിയർത്തത്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അത്ര ദുസ്സഹമായ മനുഷ്യൻ സഹിക്കാവുന്നതിനപ്പുറമായ പീഡകളെ സഹിച്ച ദൈവപുത്രൻ ഇവിടെ വന്നത് നമ്മളാരും ദുഃഖിക്കാനല്ല, സാമൂഹ്യ തിന്മകളിൽ തുടരാനല്ല, മറിച്ച് നമ്മളുടെ ഇവിടുത്തെ ജീവിതത്തെ അവൻ ഇച്ഛിക്കും വിധം ക്രമപ്പെടുത്തി നന്മകൾ ചെയ്തുകൊണ്ട് മരണഭയമില്ലാതെ ഓരോ ദിവസവും പ്രത്യാശാഭരിതമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുവാൻ കാത്തിരിക്കുകയാണ് ദൈവം. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചവനായ ദൈവം. എന്നാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് മഹാന്മാർ ഇവിടെയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ബുദ്ധ ദി ഗ്രേറ്റ്, മഹാന്മാരെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചു മരിച്ചു. പക്ഷെ അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ആലോചിച്ചിട്ടുണ്ടോ? മരണത്തെ തോൽപ്പിച്ചവനാണ് യേശു ക്രിസ്തു. നമ്മളെല്ലാവരും, നമ്മളിപ്പോ ഈ ദുഃഖാവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഈ പ്രയാസമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അത് മദ്യം ഉപയോഗിച്ചിട്ടായിക്കോട്ടെ, ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക തകർച്ചയെ തുടർന്നായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള ദുഃഖത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ആ ദുഃഖങ്ങളെല്ലാം നമ്മളെ എത്തിക്കുന്നത് മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. പലരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ അവസ്ഥയിലാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർക്ക് കൂടി ജീവൻ നൽകുവാൻ വേണ്ടിയാണ് അവൻ, ദൈവം, ഇത്ര വലിയ പരിഹാസങ്ങളോടെ, നിന്ദകൾ അനുഭവിച്ചുകൊണ്ട്, കടുത്ത പീഡകൾ സഹിച്ചുകൊണ്ട് ക്രൂശിതനായി മരിച്ചത്. രക്തം, ആ പുണ്യാഹ രക്തം ഓരോ പാപങ്ങളും, നമ്മളെ ഓരോ പാപങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം? ഇതെല്ലാം വലിയ ദൈവിക രഹസ്യങ്ങളാണ്. നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇതിനെ അളക്കാൻ നോക്കിയാൽ, മക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അത് അളക്കാൻ പറ്റില്ല. ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപന എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എനിക്കറിയാം. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം, ഈ പ്രപഞ്ചത്തെ നമ്മൾ പറയുന്നത് രണ്ടു തരം പ്രപഞ്ചമുണ്ട് കേട്ടോ. രണ്ടു തരം പ്രപഞ്ചമുണ്ട്. സ്ഥൂല പ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും. സ്ഥൂല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മാക്രോ യൂണിവേഴ്സ്. സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡിന്റെ ഒക്കെ വൈറസ് ഇല്ലേ, അത് കോടിക്കണക്കിനുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കോടിക്കണക്കിന് എണ്ണമുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തത്ര ചെറുതായിട്ടുള്ള യൂണിവേഴ്സും ഉണ്ട്. അതാണ് മൈക്രോ യൂണിവേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. കാണാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളെ കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ വലിപ്പത്തെ കുറിച്ച് ഊഹിക്കാൻ പറ്റുമോ? ഭൂമിയുടെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഭൂമി എന്ന് പറയുന്നത് സൂര്യനും ഗ്രഹങ്ങളും കൂടെ, 8 ഗ്രഹങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ സൂര്യനാണ് സൗരയൂഥത്തിന്റെ 99.9%. ബാക്കി 0.1 ഉള്ളൂ ബാക്കിയുള്ള ഗ്രഹങ്ങളും. അതിന്റെ കൂടെ ഏറ്റവും ചെറിയ ഗ്രഹമായ ഭൂമി. അപ്പോൾ ഭൂമിയില് 2 ഭാഗവും വെള്ളമാണ്. 1 ഭാഗം മാത്രമേ കരയുള്ളൂ. ആ കരയിൽ എല്ലായിടത്തും മനുഷ്യവാസമുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ മനുഷ്യവാസമുള്ളൂ. അപ്പോൾ 99.9% വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണേ. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് സൂര്യനെങ്കിൽ, അവിടെ എവിടെയോ വന്നിരിക്കുന്ന ഒരു ഈച്ചയ്ക്ക് സമാനമാണ് ഭൂമി. അപ്പൊ നമ്മുടെ ടീച്ചർമാരൊക്കെ ബോർഡില് സൂര്യനെ വരക്കും, ഒരു വട്ടവളയിട്ട് വരക്കും, അണ്ട് ഭൂമിയെ വരക്കും. അത് ശരിയാണോ? ഈ ഫുട്ബോൾ ഗ്രൗണ്ടിനെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് ഈ ബോർഡിൽ ഈ വട്ടം വരച്ചാൽ ഈ ഭൂമിയെ എന്തുമാത്രം ചുരുക്കാൻ പറ്റും? എന്തുമാത്രം അത് ചുരുങ്ങും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ
വലിപ്പം നോക്കിയാൽ ഒട്ടുമേ വലിപ്പമില്ലാത്ത ഒരു ഗ്രഹമാണ് ഭൂമി. അതിൽ 2 ഭാഗവും വെള്ളം. ഒരു ഭാഗത്തിൽ മാത്രം നമ്മൾ മനുഷ്യർ വസിക്കുമ്പോൾ എല്ലായിടത്തും വസിക്കുന്നില്ല. നമ്മൾ പോലും ഒരു ഭൂഖണ്ഡത്തെ പറയുന്നത് ഇരുണ്ട ഭൂഖണ്ഡമല്ല, നമ്മൾ കണ്ടിട്ടില്ല. സൂര്യന് ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഇതുപോലെയുള്ള ഭയങ്കര ഭീമാകാരങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളും കോടിക്കണക്കിന് ഗ്രഹങ്ങളും സൗരയൂഥങ്ങളും ഒക്കെയുള്ള ഈ പ്രപഞ്ചം എന്ത് വലുതാണെന്നറിയാമോ? അത്യുഗ്രനായ ഒരു പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ വലിപ്പം എന്തായിരിക്കും? അപ്പോഴാണ് നമ്മളെ നിയന്ത്രിതമായ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് കണ്ണും കാതും അതേപോലെ തന്നെ നമ്മുടെ ത്വക്കും നാക്കും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ അളക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് ദൈവം? ദൈവം അളവിന് അതീതനാണ്. ഈ പറയുന്ന എല്ലാ മെഷർമെന്റിനും അപ്പുറത്ത് നിൽക്കുന്നവരാണ് ദൈവം. നമുക്കറിയാം, ഇന്ന് പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് CC ക്യാമറകളാണ്. കേസ് തെളിയിക്കാൻ വേണ്ടി CC ക്യാമറകളാണ്. പക്ഷേ നമ്മുടെ അന്തരംഗങ്ങളെ പോലെ പരിശോധിക്കുകയും നമ്മുടെ നടപ്പും കിടപ്പും ഒക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ഓരോ സൂക്ഷ്മാംശവും തിരിച്ചറിയുന്നു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ദൈവം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ അത്ര കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവം നമുക്ക് സ്വന്തമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ സ്നേഹിച്ചാൽ മാത്രം മതിയാകും. നമ്മൾ ഹൃദയപൂർവ്വം നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം പാപമാണെന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തെറ്റും അവനോട് ഏറ്റുപറയുകയും ചെയ്താൽ, അവനെ രക്ഷകനും നാഥനുമായി മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിച്ചോട് തങ്ങളുടെ വായ കൊണ്ട് തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഈ ക്ഷണം തന്നെ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവരാരും ദൈവത്തെ കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് അവരോട് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ആരെയും കണ്ടിരിക്കുന്നു? പിതാവിനെയും പിതാവായ ദൈവത്തെയും കണ്ടിരിക്കുന്നു. ആ പിതാവായ ദൈവത്തിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ് നമ്മളോട് പറഞ്ഞത്. ആകാശത്തിന് കീഴിൽ നമുക്ക് രക്ഷ കിട്ടാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു നാമവുമില്ല. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കടന്നു പോകുന്നത് ഏതൊരു പാപാവസ്ഥയിലായിക്കോട്ടെ, അവൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാ ഒരു തിരുവചനമാണ്. തിരുവചനങ്ങൾ ദൈവമാണ്. വചനം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. അതിപ്പോൾ ആർക്കെങ്കിലും നമ്മളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ടത് ബൈബിളാണ്. ബൈബിൾ നിങ്ങൾ ആദ്യം വായിക്കാൻ എടുക്കുന്ന ആളാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തു ദൈവമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു.